അതിനോടൊപ്പം ഈ പഠിക്കാനുള്ള സമയം എങ്ങനെയാണ് സഫീർ അഡ്ജസ്റ്റ് ചെയ്തത്? ഞാൻ എത്ര ടൈം ആണെങ്കിലും ഇപ്പോൾ പിന്നെ ബാങ്കിൽ കുറച്ച് ടൈം ഫ്രീ ടൈം കിട്ടിയാൽ അത് പഠിക്കായിരിക്കും. പിന്നെ രാത്രി വീട്ടിൽ വന്നായിരിക്കും. രാവിലെ എപ്പോഴും പിന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏത് ടൈമും ഞാൻ വീഡിയോസ് അതെ അവള് പറയും ഉമ്മച്ചിന്റെ പോലെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല പറയും. പഠിക്കാൻ നമുക്ക് വേണമെന്ന് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. സഹകാരി റേസ് പ്ലസിന്റെ കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലാണുള്ളത്. നിങ്ങളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ പേര് സഫീറ. അതുപോലെ സ്കോർ ചെയ്ത റാങ്ക് 87ാമത്തെ റാങ്കാണ് സഫീറ സ്കോർ ചെയ്തത്. അതായത് നമുക്കറിയാം വളരെ വലിയൊരു മത്സരം, 900-ലധികം പേരുടെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൽ ആദ്യത്തെ 100-ൽ ഒരാളാവുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് വെരി വെരി സ്പെഷ്യൽ. മാത്രമല്ല സഫീറ നമ്മുടെ ബാച്ചിലേക്ക് വരുന്നത് ആക്ച്വലി എനിക്കൊന്നു JSC നോട്ടിഫിക്കേഷൻ കൂടിയാണ് അല്ലേ? JSC നോട്ടിഫിക്കേഷനോടി വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് എത്തിയത്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് എല്ലാവരുടെയും കണ്ടിട്ടുണ്ടായിരുന്നു, പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അപ്പോൾ അതിൽ എനിക്ക് നന്നായിട്ട് ക്ലാസ് തോന്നി. ബാങ്കിങ്ങിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി. രാജേഷ് സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ നന്നായി ക്ലാസ് തോന്നി. അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് ആ സമയത്തിന് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞത് അന്ന് കുറച്ച് എനിക്ക് പ്ലസ് പോയിന്റ് കുറച്ച് വേണം. എൻ്റെ വിധം ലെവലുണ്ട്, പക്ഷെ അതിന് മേലെ പോയിന്റുകൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനതിൽ കൃത്യമായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ മറ്റൊരു സ്വീറ്റ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കേരള ബാങ്കിന് വേണ്ടിയിട്ട് അവസാനം കഷ്ടപ്പെട്ട് മേടിച്ചതല്ല 87 റാങ്ക്. JSCക്ക് വേണ്ടി പഠിച്ചു അല്ലേ? JSCക്ക് വേണ്ടി പഠിച്ചു. എന്നിട്ട് ബാക്കി 2 മാസം അത്യാവശ്യം ഒന്നും നോക്കാതെ വെറുതെ പോയി എഴുതിയാണ് കേരള ബാങ്ക് പരീക്ഷ. അതിൽ അടിച്ചതാണ് 87ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു വളരെ വലിയ സ്പെഷ്യൽ പാർട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരികയും പൊതുവെ ഉദ്യോഗാർത്ഥികളെ പിന്നിലോട്ട് നയിച്ചത് പ്രധാനമായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീറയുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അത് സഹകാരിയുള്ള ഡെയിലി എക്സാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. പക്ഷേ ഞാൻ എത്ര രാത്രി വൈകിയാണെങ്കിലും മാർച്ച് മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാങ്കിൽ രാത്രിയൊക്കെ വർക്ക് ചെയ്യണമായിരുന്നു. കൊയിലാണ്ടിയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, PCRDBയിലാണ്. അപ്പോൾ രാത്രിയൊക്കെ ഞാൻ എത്ര വൈകിട്ടാണെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ അതിലുള്ള സഹകാരി തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതിപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇതാക്കി എടുക്കുക. അത് നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് സെഷൻസ് ഉറപ്പായിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകളിലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ എലിമിനേറ്റ് ചെയ്തല്ലേ നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത് ബാക്കി നമ്മൾ എങ്ങനെ കണ്ടേ കുറച്ച് ടൈം കൊണ്ട് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളതാണ്, എങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് എടുക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിനകത്ത് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഠിക്കൽ എല്ലാവരും ചെയ്യും, അതുപോലെ റിവിഷൻ നന്നായിട്ട് ചെയ്യുക. അതിനോടൊപ്പം എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസിൽ നമുക്ക് എങ്ങനെ ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം നിങ്ങൾ ഇവരുടെയൊക്കെ അനുഭവത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനോടൊപ്പം ഈ പഠിക്കാനുള്ള സമയം എങ്ങനെയാണ് സഫീർ അഡ്ജസ്റ്റ് ചെയ്തത്? ഞാൻ എത്ര ടൈം ആണെങ്കിലും ഇപ്പോൾ പിന്നെ ബാങ്കിൽ കുറച്ച് ടൈം ഫ്രീ ടൈം കിട്ടിയാൽ അത് പഠിക്കായിരിക്കും. പിന്നെ രാത്രി വീട്ടിൽ വന്നായിരിക്കും. രാവിലെ എപ്പോഴും പിന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏത് ടൈമും ഞാൻ വീഡിയോസ് അതെ അവള് പറയും ഉമ്മച്ചിന്റെ പോലെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല പറയും. ഫുൾ ടൈം എല്ലാത്തിനും എപ്പോഴും നോക്കിയാലും ഞാൻ വീഡിയോസും ബുക്സ് ആയിരിക്കും. പുറത്തിറങ്ങുകയാണെങ്കിലും ബുക്സ് കൊണ്ട് ഇറങ്ങണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. കാരണം എനിക്ക് JSC പറഞ്ഞാൽ അത്രയും വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലൊരു വിജയം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഒരു വീട്ടമ്മയാണ് അല്ലേ? നമ്മുടെ കുട്ടികളുടെ കാര്യം, അതുപോലെ രണ്ടുപേരുടെ പഠിത്തം, നമ്മുടെ പഠിത്തം, ബാക്കിയുള്ള വീട്ടിലെ കാര്യം, ജോലി ഇത്രയും കാര്യങ്ങളോടൊപ്പം പഠിച്ചിട്ട് എന്താ പറയാ വേറെ ഒരു കാര്യം ഇല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ കുറച്ചധികം ഉദ്യോഗാർത്ഥികളോട് ഫൈറ്റ് ചെയ്ത് ആദ്യ റാങ്കുകളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൾവേസ് വെരി വെരി സ്പെഷ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഞാനിപ്പോൾ വീട്ടിൽ അവിടെ നിൽക്കുമ്പോഴും കുട്ടികളെ ചെറിയ ആളെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉമ്മാൻ്റെ ഇവിടുന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ഉമ്മാൻ്റെ നിന്നൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. എല്ലാത്തിനും വർക്ക് ചെയ്യും. ആളുണ്ടായിരുന്ന ടൈമിലും പഠിക്കാനാണെങ്കിലും എല്ലാം ആൾ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, അതിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് മക്കളെ വകയാണെങ്കിലും. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാനേജ് ചെയ്തല്ലേ കൊണ്ടുപോകണം. എത്ര സമയം ഇരിക്കും രാത്രി? ഞാനിപ്പോൾ വൈകിട്ട് ടൈമില്ലെങ്കിൽ 2 മണിയാണെങ്കിലും ഇരിക്കും. അന്നത്തെ ക്ലാസ്സും എക്സാമും പിന്നെ എക്സ്ട്രാ കുറച്ചും വേറെ ചെയ്ത് അങ്ങനെ ഉറങ്ങുള്ളൂ. തീരുമാനമാണ്. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇനിയുള്ള എല്ലാവരുടെയും പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി ജോലി, അതുപോലെ മറ്റുള്ള വർക്ക് പ്രഷർ, അതുപോലെ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രചോദനമാണ് സഫീറെ പോലുള്ള ആൾക്കാരുടെ സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും.
അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് സഫീറെ? അവരോട് പഠിക്കുക നമുക്ക് വേണമെന്ന് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമ്മൾ കണ്ട വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, ബുക്ക് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ റിവിഷൻ ചെയ്യണത്. പിന്നെ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എക്സാം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അറിയുന്ന കാര്യം തന്നെ എക്സാമായി വരുമ്പോൾ നമുക്കത് ആൻസർ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ അത് ഏറ്റവും കൂടുതൽ അത് എക്സാം ചെയ്യുമ്പോഴേ ഉള്ളൂ മിസ്റ്റേക്കുകൾ കുറഞ്ഞു വരിക. പ്രാക്ടീസ് അങ്ങനെയാണ് സഫീറയുടെ വിജയഗാഥ. എല്ലാ ഉദ്യോഗാർത്ഥികളും വിജയാശംസകൾ.